ഹലോ, നല്ല ഫ്ലേവറുള്ളൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഫസ്റ്റ് ചിക്കൻ 30 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, കറിവേപ്പില, തൈര്, അതിൻ്റെ ഇടയിൽ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ് മാറ്റി വെക്കുക. അതവിടെ ഇരിക്കട്ടെ. ബാക്കി പരിപാടികൾ നമുക്ക് നോക്കാം. ഞാനിവിടെ നെയ്ച്ചോറ് വിറകടുപ്പിലാണ് ചെയ്യുന്നത്. ഇതെന്തിനാണ് ചെയ്യണമെന്ന് അറിയാം. നമ്മളിപ്പോൾ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് അധികം കരി ആവില്ല, നായത് കളയാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ് കേട്ടോ. നെയ്ച്ചോർക്കും ബിരിയാണിക്കൊക്കെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന സംഭവമാണ്. ഒന്ന് നെയ്ച്ചോറിൻ്റെ ഓല ഇടും, പിന്നെ ജിഞ്ചർ ഗാർലിക്ക് ചില്ലി പേസ്റ്റ് ഞാൻ ആഡ് ചെയ്യാറുണ്ട്, പിന്നെ ലെമണും ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. നെയ്ച്ചോറാവുന്ന ടൈം കൊണ്ട് നമുക്ക് കുറച്ച് ഒനിയനും കറിവേപ്പിലയും പൊരിച്ച് വെക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ പൊരിച്ച് വെച്ച സെയിം ഓയിലിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ എന്താക്കുക, ചിക്കനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതെടുത്ത് മാറ്റിയിട്ട് അടുത്തത് ഇനി നമുക്ക് മസാലേൻ്റെ പരിപാടികളാണ് കേട്ടോ. ഞാനിവിടെ വിറകടുപ്പിൽ തന്നെയാണ് ചെയ്യണത്. അതിലേക്ക് പട്ട കറാമ്പ് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഓനിയൻ ആഡ് ചെയ്ത് കൊടുത്തു, അതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് വാടിയിട്ട്. പിന്നെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്യും. അത് നന്നായിട്ട് വാടിയിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കൂടുതൽ ഗരം മസാലയും ബിരിയാണി മസാലയാണ് ആഡ് ചെയ്യണത്. പിന്നെ ചപ്പ് പുതിന ആഡ് ചെയ്യുക, ഒന്ന് മൂടി വെക്കുക. പിന്നെ അതിന് ശേഷം തൈര് ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് നാരങ്ങ നീരും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അതിന് ശേഷം എന്താക്കുക, ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യുക. അടുത്ത ദമ്മിൻ്റെ പരിപാടികളാണ്. ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നെയ്യ്, നേരത്തെ പൊരിച്ചിട്ടുള്ള കറിവേപ്പിലയും ഉള്ളിയും ഇട്ട് കൊടുക്കുക. പിന്നെ ചപ്പും പുതിന ഇട്ട് കൊടുക്കുക, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇത് സെയിം സെക്കൻഡ് ലെയറിലും ചെയ്യാം. ഞാനിതാ മൈദ വെച്ചിട്ട് നന്നായിട്ട് അടച്ച് അടുപ്പിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് തീയൊന്ന് കത്തിച്ചതിന് ശേഷം ദമ്മ് പൊട്ടും. അപ്പോൾ നമുക്ക് അടുപ്പത്തു നിന്ന് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതാ 2 മണിക്കൂറിന് ശേഷം നമ്മൾ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. ബിരിയാണീൻ്റെ സ്മെല്ല് വരുമ്പോഴുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട് അല്ലേ. ഇതുവരെ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം നല്ല ടേസ്റ്റുമാണ്, അതേപോലെ തന്നെ അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ എടുത്ത് നിൽക്കും കേട്ടോ.